ഹായ് ഗായ്സ്, ഈ വീഡിയോ ആക്ച്വലി ഒരു 7 days ചാലഞ്ച് വീഡിയോ ആയിട്ട് വരേണ്ട വീഡിയോ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പാളിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഗാർലിക് കഴിച്ച് ഓരോ ദിവസം ഓരോ ഗാർലിക് കഴിക്കുക. അപ്പം 7 days 30 days അങ്ങനെ ഡേയ്സിന് വ്യത്യാസം വരുന്നിട്ടുള്ള ഒരു ചാലഞ്ചാണ്. നമ്മൾ 7 days അല്ലെങ്കിൽ 30 days ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസം ഒരു ഗാർലിക് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് നന്നായിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആവും, നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കര ഇതായിരിക്കും, നമുക്ക് ഡൈജഷനൊക്കെ ഭയങ്കര പ്രോപ്പർ ആവും. അങ്ങനെ ഒരു നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ചലഞ്ച് ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു ഇതിന് റിലേറ്റഡ് ആയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി ഞാനും അങ്ങനെ ഒരു ചാലഞ്ച് എടുത്തിട്ട് നമുക്കത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പം ഞാൻ അത് ചാലഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ കുറേ ഗാർലിക് എടുത്തു. അത് നമ്മുടെ തേനിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. എനിക്ക് നല്ല ഒറിജിനൽ തേൻ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തേനിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. 2 ദിവസം മുന്നെയാണ് സോക്ക് ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊരു ഗാർലിക് ട്രൈ ചെയ്തു. ഞാൻ ട്രൈ ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. ഇത് 2 ദിവസം സോക്ക് ചെയ്ത് വെച്ച ഗാർലിക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചൂസ് ചെയ്തത് ഗാർലിക്കിൻ്റെ പ്രശ്നമായിരിക്കും മേ ബി. കാരണം ഞാൻ ചൂസ് ചെയ്തത് ചൈന ഗാർലിക്കാണ്. അപ്പോൾ അതാണെങ്കിൽ അത്യാവശ്യം വലിയ ഗാർലിക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വെളുത്തുള്ളി കഴിക്കണം ഭയങ്കര നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഡൈജഷനും സ്കിന്നിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് കഴിക്കണം. നമ്മുടെ ഇന്ത്യൻ ഗാർലിക്കാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല. എൻ്റെ വായൊക്കെ ഇരിച്ചിട്ട് എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടൊരു 15 minutes എൻ്റെ ഒരു എന്താ പറയുക, മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എനിക്കിനി ഈ ചലഞ്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു ഇന്ത്യൻ ഗാർലിക്ക് വാങ്ങിച്ചിട്ട് ഞാൻ എന്തായാലും ഈ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഒന്നുകൂടെ. ബട്ട് നമ്മൾ ഈ വെളുത്തുള്ളി കഴിക്കണം ഭയങ്കര നല്ലതാണ് കേട്ടോ. ദിവസം ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. എന്തായാലും അടുത്ത തവണ ഇന്ത്യൻ ഗാർലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ലെറ്റ്സ് സീ. ഓക്കെ, അതെന്തായാലും പാളിപ്പോയി. ഞാൻ വിചാരിച്ചില്ല ഇത്രയും എന്താ പറയുക, എനിക്കൊന്ന് ഗാർലിക്കിന്റെ പ്രശ്നമാണോ, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഞാൻ ആ വീഡിയോസിലൊക്കെ കാണുമ്പം എല്ലാവരും ആ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത് കഴിച്ചിറക്കാൻ ഭയങ്കര ഈസി ആയിട്ടാണ് അവർ ചെയ്തത്. സ്റ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് ഈസി ആയിട്ട് അവർ ചെയ്തു. ബട്ട് എനിക്കത് കഴിക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് വായിലിട്ട് കുറച്ച് കഴിച്ചപ്പോഴത്തേന് ആ ഒരു ഗാർലിക്കിന്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇറ്റ്സ് ഫൈൻ, അത് കുറച്ച് കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് വിഴുങ്ങിക്കളയാം എന്ന് വിചാരിച്ചതാണ്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എരിഞ്ഞ് ഞാൻ ഒരു മാതിരിയായിപ്പോയി. എനിക്ക് ഒരു രീതിയിലും അത് കഴിക്കാൻ പറ്റിയില്ല. ഞാനത് നേരെ കൊണ്ട് തുപ്പിക്കളഞ്ഞു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ചാലഞ്ച് നല്ല വൃത്തിക്ക് ഫീലായി. നമുക്കെന്തായാലും എനിക്കിപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. യാ ഗൈസ്, അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. എന്തായാലും ചാലഞ്ച് പാളിപ്പോയി. അപ്പോൾ എന്തായാലും ഈ പാളിപ്പോയ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ഓസം ഗൈസ്. ബൈ.